ഫാത്തിമേന്റെ എൻഗേജ്മെന്റിന് ഓളെ കെട്ടാൻ പോകുന്ന ചെക്കനെ ഓൾക്ക് ഒരു ഐഫോൺ കൊണ്ട് കൊടുക്കും. അന്നേരം ഓളെ ചെങ്ങായി സെക്കിനെ പറയും ഫോൺ കാണിച്ചാണെ ഒന്ന് നോക്കട്ടെ. അന്നേരം ഫാത്തിമ പറയും ഒന്ന് പോയാ ഇതെല്ലാം വലിയ പൈസന്റെ ഫോണാ, നിക്കും തരാൻ പറ്റൂല. അന്നേരം ആടുള്ള ആളെല്ലാം ചിരിക്കൂ. സെക്കിനൊക്കെ അന്നേരം വിഷമാവും. സെക്കിനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോ. എന്റെ ഉപ്പാണ്ട് പറയും ഉപ്പ എനിക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഉപ്പ സെക്കിനാക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കും. ഓം പക്ഷെ സെക്കിനാക്ക് എൻഗേജ്മെന്റിന് ഐഫോൺ കൊടുക്കൂല, ആൻഡ്രോയിഡ് ഫോണാന്ന് കൊടുക്കുക. അങ്ങനെ സെക്കീനാന്റെ ഐഫോൺ വാങ്ങേണ്ട ഒന്നാമത്തെ ശ്രമം പരാജയപ്പെടും. സെക്കീന പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അവളൊരു പേനയും പേപ്പറും എടുത്തിട്ട് കുടുംബശ്രീയിൽ മുട്ടക്കോയ്ക്ക് അപേക്ഷ കൊടുക്കും. അങ്ങനെ അവർക്ക് 2 മുട്ടക്കോയും ഒരു കോഴിക്കോടും കിട്ടും. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും പുറക്കെല്ലാം പോയിട്ട് ബാക്കി വന്ന ചോറും കറിയെല്ലാം എടുത്തോണ്ടിട്ട് ആ കോഴിക്ക് കൊടുക്കും. കോഴി അന്നേരം മുട്ടിടാൻ തുടങ്ങും. എന്റെ സെക്കീന ആ മുട്ട വിറ്റിട്ട് ഐഫോൺ വാങ്ങും. എന്റെ ഫാത്തിമാണ്ട് പറയണേ ഫാത്തിമ ഞാനും വാങ്ങിയ ഐഫോൺ ഇതാ നോക്കണേ. അന്നേരം തേമുന്ന ഒരു തേങ്ങ പോവും. നേരെ പോവും ഐഫോൺ മില്ലാന്ന്. അങ്ങനെ ഐഫോൺ നിലത്ത് വീണ് പൊട്ടു. ഫാത്തിമ അന്നേരം പൊട്ടിച്ചിരിക്കും. സെക്കീനക്ക് അന്നേരം ബേജാറാവും. പക്ഷെ സെക്കീനെ പോരാടും. സെക്കീനെ തൊഴിലുറപ്പിനും പല വർത്താനെല്ലാം പോയി കഷ്ടപ്പെട്ട് പൈസയാക്കാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് സെക്കീനാന്റെ മാപ്പിള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും. അങ്ങനെ ഐഫോണിന്റെ കമ്പനിക്കാർ ഇത് കാണും. അങ്ങനെ അവർ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യും. ഐഫോൺ സെക്കീന മുട്ട പ്രോ 80 നിർമ്മീച്ചാലാടി വെട്രി വേങ്കക്കൊടി ഒരു രാഗിയ വാഴൈ സൊന്നപടി. എന്റെ സെക്കീനാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കും. അന്നേരം ഉണ്ടാവും ഫാത്തിമ പുതിയ ഐഫോൺ വാങ്ങാൻ വരുന്നത്. എന്റെ സെക്കീന പറയണേ ഫാത്തിമ ഒരു ഫോണിന്റെ പേരിൽ ഞാൻ നാണം കടത്തിയിട്ടില്ലേ, ഇതാ പുതിയ ഫോണ്, ഇത് എന്റെ വക നിനക്ക് ഫ്രീ കൊണ്ടുപോണേ. അന്നേരം ഫാത്തിമ നാണക്കട കൊണ്ട് തലതാത്തു. എന്റെ സെക്കീനോട് സോറി പറയൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ.